ആ പോലീസിന്റെ ഈ മന്ത്രിയാണെങ്കിൽ KSUക്കാരെ തല്ലാൻ വേണ്ടി വരുന്ന കാഴ്ച എല്ലാവരും കണ്ടതാണ്. പോലീസ് പിടിച്ചു മാറ്റി കഴുത്തിലെന്തോ ചെറുതായിട്ട് എന്തോ പോറലേറ്റു അത്ര. പോലീസുകാരെ നിന്ന് കിട്ടിയ പ്രവർത്തകരെ എടുത്തു പോയിട്ടില്ല. സുഖമായി നടന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയ മന്ത്രി അവിടെ സ്പീക്കറെ കണ്ടുമുട്ടുന്നു. സ്പീക്കർ ഉടനെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. പെട്ടെന്ന് ഇവർക്ക് അസുഖം ഉണ്ടാവുന്നു, സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. എന്നിട്ട് ഗോവിന്ദമാഷ ഉപദേശം മന്ത്രിയെ കൊല്ലാൻ നോക്കിയിരുന്നു. ഞാൻ ഒരു കരിങ്കൊടി കാണിച്ചാൽ കൊല്ലാൻ നോക്കില്ല. ഇതിന് മന്ത്രിയാണ് KSUക്കാരെ തല്ലാൻ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലുള്ള പല ഭാഗത്ത് SFIക്കാർ DYFIക്കാർ അക്രമം നടത്തുക. ഞാൻ ഈ ഗോവിന്ദമാഷോട് ചോദിക്കട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കണ്ണൂരിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോൾ എവിടെ പോയി നിങ്ങളുടെ ധാർമ്മികത? അത് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞോ? അന്ന് കല്ലെറിഞ്ഞാൽ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള പേരിൽ മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, ഈ സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് വരെ ആരോഗ്യമന്ത്രിയെ കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിക്കും, സംശയമൊന്നും വേണ്ട. കാരണം ഇന്ന് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്ന് മാത്രമേ സംശയിക്കാനുള്ളൂ. എത്ര കുട്ടികൾ മരണപ്പെട്ടു ഈ സംസ്ഥാനത്ത്, എത്ര സ്ത്രീകൾ പീഡനം അനുഭവിക്കുന്നു. ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് കയറ്റിയാൽ പകരം ഒരു കത്രിക ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഈ വകുപ്പ് അധപ്പതിച്ചില്ലേ? ഇന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ടോ? രോഗികൾക്ക് നീതി കിട്ടുന്നുണ്ടോ? അപ്പൊ മന്ത്രി അവിടെ ICU കയറിയല്ലോ. ഞാൻ മന്ത്രിയോട് ചോദിക്കട്ടെ, ഇന്നൊരു സാധാരണക്കാരൻ സർക്കാർ ആശുപത്രിയിൽ കയറാൻ പറ്റുന്നുണ്ടോ? മെഡിക്കൽ കോളേജിൽ സമരല്ലേ? ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ അമ്പയെ പരാജയപ്പെട്ട ഒരു ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പിണറായി ഷംസീർ ഉണ്ടാക്കിയ ഒരു നാടകത്തിന്റെ ഭാഗമാണ് കണ്ണൂരിൽ അരങ്ങേറിയത്. ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറോട് പറയട്ടെ, അടുത്ത ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ പ്രോട്ടേം സ്പീക്കറെ ഗവർണർ നിയമിക്കുന്നതുവരെ ഈ സ്പീക്കർ പദവി ഇരിക്കുന്ന ആളാണ് ഷംസീർ. ആ പഴയ DYFIയുടെ ആ രീതിയിലേക്ക് തരം താഴരുത് എന്ന് രാജ്യത്തോട് പറയുള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഈ മന്ത്രിയെ ഇനിയും കരികൊടി കാണിക്കും. ആരോഗ്യ വകുപ്പിനെ രക്ഷിക്കാനുള്ള ഏതറ്റം വരെയും കോൺഗ്രസ് UDF മുന്നോട്ട് പോകും. ഞങ്ങളുടെ പുതിയ യാത്രയ്ക്ക് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ നോക്കിയാൽ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ മടിക്കില്ല. നിങ്ങൾ എന്തൊക്കെ കേസുകൾ ഉണ്ടാക്കിയാലും ഞാൻ പോലീസുകാരുടെ കാര്യം പറയുള്ളൂ. വല്ലാതെ പിണറായിനെ പറപ്പിക്കാൻ നിൽക്കണ്ട. 3 മാസം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവും. 2 ആഴ്ച കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം വരും. അതുകൊണ്ട് കാലത്തിന്റെ മാറ്റം മനസ്സിലാക്കണം. ഇവിടെ ഈ സഹസംഘം ഓഫീസ് തകർത്തിട്ട് ഞാൻ തന്നെ വന്നിരുന്ന പോലീസിനെ വിളിച്ചിട്ട് 1 മണിക്കൂറായി. ഒരാളും കണ്ടില്ലല്ലോ, അവിടെ ഒരു കാക്കി അവിടെ കണ്ടില്ലല്ലോ. പിന്നെ നിങ്ങളുടെ യൂണിഫോമിന് എന്താ കാര്യം? ആകെ പോലീസിനെ കൊള്ളാവുന്ന എന്തിനറിയോ? നമ്മളൊക്കെ സെക്രട്ടേറിയറ്റ് മുന്നിൽ വന്നൊരു പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്താൽ നമ്മളെയൊക്കെ വധശ്രമത്തിന് കേസെടുക്കുന്ന ജോലിയാണ് ഈ പോലീസുകാരനുള്ളത്. ഇത് കണ്ടത് ഞങ്ങൾ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് ശക്തമായി നടപടിയെടുത്തില്ലെങ്കിൽ ഏതറ്റം വരെയും പോകും. തെരുവിലെങ്കിൽ തെരുവിൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി